സാവറിയ ബസന്ത് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBBS പഠിക്കാൻ പോയ ഈ പെൺകുട്ടി ജീവനില്ലാതെ പെട്ടിക്കുള്ളിലായി നാട്ടിലേക്ക് മടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ലാപ്ടോപ്പ് കൊണ്ട് പെട്ടെന്നൊരു അടിയേറ്റ് മരിച്ചു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. പ്രതി സദറുൽ അനം മലപ്പുറം സ്വദേശി ഉസ്ബെക്ക് പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു. പക്ഷെ നാട്ടിലെത്തിച്ച ശരീരം കണ്ട് കുടുംബം വിങ്ങിപ്പൊട്ടി. അടിതൊട്ട് മുടിയോളം പീഡനത്തിന്റെ താടനത്തിന്റെ തെളിവുകൾ പാടുകൾ. നിരന്തര പീഡനത്തിനിരയായി എന്ന് വ്യക്തം. ഒപ്പം സഹപാഠികളുടെ മൊഴി ഉസ്ബെക്ക് പോലീസ് രേഖപ്പെടുത്തിയത് നിരന്തരമായി മതപരിവർത്തനത്തിന് ശ്രമിച്ചിരുന്നു, അതിന് വഴങ്ങാത്തതിനുള്ള പീഡനത്തിന്റെ ഏറ്റവും ഒടുവിലായിരുന്നു ഈ കൊലപാതകമെന്ന്. ഇതിന്റെ അന്വേഷണം എവിടെ എത്തി? സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ക്രൈംബ്രാഞ്ച് കൂട്ടിയാൽ കൂടുമോ ഇത്? അന്വേഷണമോ അതോ പ്രഹസനമോ നടക്കുന്നത് എന്നാണ് റൈറ്റ് സൈഡ് ചോദിക്കുന്നത്. ആദ്യം ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഗൗതം അനന്തനാരായണൻ. വളരെ വ്യക്തമാണ് സംസ്ഥാന പോലീസിന്, ഒരു സംസ്ഥാന പോലീസ് ഏജൻസിക്കും മറ്റൊരു രാജ്യത്ത് പോയി തെളിവ് ശേഖരിക്കാനോ വിവരങ്ങൾ ശേഖരിക്കാനോ തെളിവെടുക്കാനോ ഫോറൻസിക് പരിശോധനകളുടെ റിപ്പോർട്ടുകൾ തേടാനോ പോലും അധികാരമില്ല. അതിന് വളരെ വലിയ പ്രൊസീജിയറുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ ഐസൻ ജോസ് വിശദീകരിക്കുമായിരിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏത് ആരോപണം വന്നു കഴിഞ്ഞാലും പബ്ലിക് സർവീസ് കമ്മീഷനിൽ കോഴ വാങ്ങി നിയമനം നടത്തി, അല്ലെങ്കിൽ അഴിമതി നിയമനം നടത്തി, സ്വജനപക്ഷപാതം നടത്തി, വേണ്ടപ്പെട്ടവരെ നിയമിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത് പോലെ പ്രതിഷേധ സ്വരമുയരുന്നു. വേദന വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കുടുംബം വന്ന് പറയുന്നു, ഇത് മതപരിവർത്തനത്തിലുള്ള ശ്രമമാണ് നടന്നത്, ഞങ്ങളുടെ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പറയുമ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് സർക്കാർ. ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക്, ഇതിന്റെ നീതിയിലേക്ക് നിയമമല്ല ഞാൻ പറയുന്നത്. ഗൗതം, അതായത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ പോരെ എന്നതാണ്. കാരണം ആർക്കാണ് ക്രൈംബ്രാഞ്ചിന് അപ്പുറത്തേക്ക് അന്വേഷണം വേണ്ടത് കേരളത്തിൽ എന്നൊരു വലിയ ആവശ്യമുണ്ടല്ലോ. കാരണം ഒന്നെങ്കിൽ ഇത് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കണം. ഇപ്പോൾ ആ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ കുടുംബം വലിയൊരു ട്രോമ സ്റ്റേജിലാണ്. സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്നൊരു വേദന നമുക്കറിയാം, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് കുടുംബത്തിനുണ്ടാകുന്ന വേദനയുണ്ട്. ഒപ്പം ആ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പം ശശികല ടീച്ചറാണ് ആദ്യം അവിടെ ഓടിയെത്തിയത്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. വി മുരളീധരൻ MLA, അദ്ദേഹം ഇന്ന് അവിടെ പോയിരുന്നു. സന്ദീപ് വാചസ്പതി, അദ്ദേഹം BJPയുടെ ആലപ്പുഴ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ പോയി. അപ്പം അങ്ങനെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് പോകുന്നത്. മറ്റാർക്കും ഇതിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പം പ്രതിപക്ഷ നേതാവ്, സത്യം പറഞ്ഞാൽ ഈ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ട ഒരാളാരാണ്? പിണറായി വിജയൻ ഈ ആവശ്യം ഉന്നയിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോലും ഞാൻ കണ്ടില്ല ഈ വിഷയത്തെപ്പറ്റി ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന്. മുഖ്യമന്ത്രി VD സതീശിൻ്റെ മൗനമാണ്. ഈ വിഷയത്തെപ്പറ്റി അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലത്തിലാണല്ലോ ഇത് നടന്നിരിക്കുന്നത്. ഹരിപ്പാടാണ് ആ കുട്ടിയുടെ വീട്. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നുമില്ല. ഇത് ചോദിക്കുന്ന ഉടനെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്ന് പറയാനായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. അപ്പം ക്രൈംബ്രാഞ്ചിന് അപ്പുറത്തേക്ക് ഈ വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ തെളിയത്തുള്ളൂ. കാരണം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ, അതായത് ഭാരതത്തിന് പുറത്ത് ഉസ്ബെക്കിസ്ഥാൻ പോലെ മറ്റൊരു രാജ്യത്ത് നടന്നേക്കുന്ന ഒരു ക്രൈം എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ കഴിയുക? സ്വാഭാവികമായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസി ഇത് അന്വേഷിക്കേണ്ടേ എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇത് ആരാണ് ചോദിക്കേണ്ടത് എന്നതാണ്. ഇത് മറ്റു മാധ്യമങ്ങൾക്ക് ഇത് പ്രശ്നമല്ല. കാരണം ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നപ്പോൾ അടുത്ത ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രങ്ങളും അതൊരു വലിയ വാർത്തയായി. ഇപ്പം ജന്മഭൂമിയും ഞാൻ മനസ്സിലാക്കുന്ന കേരള കൗമുദി അതിനൊരു വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. 1-ാം പേജിലുണ്ട്. ബാക്കി പത്രങ്ങളുടെ ഒന്നാം പേജിൽ പോലും ആ വാർത്തയില്ല. ഒന്ന് ഓർത്തു നോക്ക്. അപ്പോൾ ആ നിലയിലാണ് ഇപ്പം ലവ് ജിഹാദോ അല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം. ഇഷ്ടമില്ലാത്ത ഒരു പ്രയോഗവും നിങ്ങൾ നടത്തണ്ട. പക്ഷേ ഇവിടെ നിന്ന് മെഡിസിൻ പഠനമെന്ന മോഹവുമായി വീട്ടുകാർ കയറ്റി അയച്ചൊരു പെൺകുട്ടി അവിടെ കൊല്ലപ്പെട്ട് തിരിച്ചു വന്നു. അത് വലിയ വാർത്ത ആകുന്നില്ല. അതായത് അടുത്ത ദിവസം ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണം മതപരിവർത്തനമാണെന്ന് ആദ്യം പറയുന്നത് സംഘപരിവാറും BJP ഒന്നുമല്ലോ, ആ കുട്ടിയുടെ കുടുംബമല്ലേ. ആ കുട്ടിയുടെ കുടുംബം തന്നെ പറഞ്ഞതാണ് ഈ കുട്ടിയെ മതം മാറ്റാൻ, ഇസ്ലാം മതത്തിലേക്ക് മാറ്റാനായിട്ടുള്ള ശ്രമം നടക്കുന്നുവെന്ന് ആ കുട്ടിയുടെ കുടുംബം പറഞ്ഞാണ്. അത് കേരളത്തിൽ അടുത്ത ദിവസം വന്ന പത്രങ്ങൾ ഞാൻ അരിച്ചു പറക്കി നോക്കി. പത്രങ്ങൾക്കകത്തെല്ലാം മറ്റേ തീപ്പെട്ടിയുടെ അത്രയും കോളത്തിൽ ചെറിയ വാർത്തയായിരുന്നു. അതിൽ കേരള കൗമുദി, ജന്മഭൂമി ഒഴിച്ച് ചുരുക്കം പത്രങ്ങൾ മാത്രമാണ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തത്. അതിന് ഫോളോ അപ്പ് ഇല്ലല്ലോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ, എത്ര പത്രം അതിന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ചാനലുകളുടെ കാര്യം പിന്നെ പറയുക പോലും വേണ്ട. ജനം TV അല്ലാതെ ഈ വാർത്ത ആരും അറിയുന്ന പോലുമില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ പ്രതിഷേധം ഉയരേണ്ടതാണ്. കാരണം ഇതെന്തുകൊണ്ട് CBI ഏൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്ത് നടന്നൊരു ക്രൈം എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കുക? ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാക്കേണ്ട ആളുകളുണ്ട്. അത് മാധ്യമപ്രവർത്തകരാണ്, രാഷ്ട്രീയ നേതൃത്വമാണ്. അവർക്കൊന്നും ഈ വിഷയം വേണ്ട. കാരണം ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് ഒരു ജിഹാദിയാണ് നിൽക്കുന്നത്, ഒരു മതഭ്രാന്തനാണ്, ഒരു മലപ്പുറംകാരനാണ്. ഇതെല്ലാം ഇതിനകത്തൊരു ഫാക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ആർക്കാണ് വേണ്ടത് എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉയരുന്നത്.